എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബനാന ബ്രെഡ് ആട്ടോ. ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഉണ്ടാക്കും, കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സാധാരണ ബനാന ബ്രെഡ് ഇവിടെ സ്റ്റാർബക്സിൽ നിന്നും പിന്നെ കോസ്കോ എന്ന് പറഞ്ഞ ഹോൾസെയിൽ കടയിൽ നിന്നാണ് മേടിക്കാറ്. ഭയങ്കര ടേസ്റ്റിയാണ്, പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിലും രുചിയാണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള ബനാന ബ്രെഡാണ്. അപ്പോൾ ബനാന ബ്രെഡ് ഇതുവരെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ബ്രെഡാണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കുമ്പോഴും മുട്ട ഉപയോഗിക്കുമ്പോഴും പാൽ ഉപയോഗിക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് കൃത്യം ഈ അളവിൽ തന്നെ ഉപയോഗിക്കുക. പഞ്ചസാര 3/4 കപ്പ് തൊട്ട് 1 കപ്പ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ 4 പഴമാണ് മാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു ഫോർക്ക് വെച്ചിട്ടാണ് മാഷ് ചെയ്യുന്നത്. കുറച്ചുകൂടി പഴുത്ത പഴവും എടുക്കാം, ഒരു കുഴപ്പമില്ല. നല്ലോണം മാഷ് ചെയ്യാം. ഇവിടെ ഞാൻ ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഇതുപോലെ ഉടച്ച പഴവും പിന്നെ അതുകൂടാതെ ഒരു 1/3 കപ്പ് ഉടച്ച പഴവും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ബട്ടറും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 1 കപ്പ് വൈറ്റ് ഷുഗറും അതല്ല എങ്കിൽ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. 3/4 കപ്പ് തൊട്ട് 1 കപ്പ് ഷുഗർ വരെ ഉപയോഗിക്കാം. എന്നിട്ട് ഒരു ബീറ്റർ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മുട്ട അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ബട്ടർ മിക്സ്ചർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഈ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാഷ് ചെയ്ത് വെച്ച് പഴവും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യണ്ട കേട്ടോ, പല ഭാഗമായിട്ട് ആഡ് ചെയ്താൽ മതി. ഒരു സെറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം അത് മിക്സ് ചെയ്യാം. ഈ സ്റ്റേജിൽ ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത സെറ്റ് പൊടിയും നമ്മൾ ആ മാഷ് ചെയ്ത പഴവും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ മിക്സ് ചെയ്യാൻ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഈ ബനാന ബ്രെഡിൻ്റെ ബാറ്റർ ഒരുപാട് ഓവർ മിക്സ് ആവാൻ പാടില്ല. ഓവർ മിക്സ് ആയിക്കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ ഒരുപാട് ഡെവലപ്പായി ടെൻഡറും മോയ്സ്റ്റും ആവേണ്ട ബനാന ബ്രെഡ് വളരെ ച്യൂയിയുമായിട്ടും റബ്ബറി ടേസ്റ്റുമായി വരും. അതുകൊണ്ടാണ് നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചാലും ബീറ്റർ ഉപയോഗിച്ചാലും ഓവറായിട്ട് ബനാന ബ്രെഡിൻ്റെ ബാറ്റർ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ഈ സ്റ്റേജിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൽമണ്ട്സ്, പിസ്ത ആൻഡ് കാഷ്യൂസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഫോൾഡിങ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കാം. പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഈ ബാറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബേക്കിംഗ് ട്രേ ഒന്ന്
പാറ്റ് ചെയ്യണം, കാരണം ആ ബാറ്റർ ഈവൻലി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 350 ഫാരൻഹീറ്റ്സിൽ ഇത് ബേക്ക് ചെയ്യണം. 1 മണിക്കൂറും 15 മിനിറ്റുമാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇതുപോലെ വേറൊരു സെറ്റ് ബാറ്റർ ഉണ്ടാക്കിയിട്ട് നട്ട്സ് ഇടില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ ബേക്കിംഗ് കപ്സിലും ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യണതാണ്. ഇതൊരു 45 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡി ആവും കേട്ടോ. മഫിൻസായി കിട്ടും നമുക്ക്. ഇതും അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. ഇനി നമുക്ക് ബനാന ബ്രെഡ് റെഡി ആയോ നോക്കാം, അത് കുക്കായോ എന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് ഇങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് കുക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നടുവിലും നോക്കുക, അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മഫിൻസും കുക്കായോ എന്ന് നോക്കാം. അതും ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ വെച്ച് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതും കുക്കായി എന്നർത്ഥം. ഈ മഫിൻസിൽ ഞാൻ നട്ട്സ് ഇട്ടിട്ടില്ല, അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബനാന ബ്രെഡ് പതുക്കെ ഇതുപോലെ ഒന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുക്കാം. ഓൾറെഡി അത് വിട്ടിട്ടുണ്ടാവും, കാരണം ബട്ടറൊക്കെ നല്ലോണം തേച്ചിട്ടുണ്ട്. ഇത് ആ ഒരു ട്രെയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലോണം മോയ്സ്ചർ ഇറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത് മാറ്റി വെക്കുന്നത്. ഒരു 10 മിനിറ്റിൽ തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യണം. ചൂടുണ്ടാവും, എന്നാൽ പോലും നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് നോക്കാം. പെട്ടെന്ന് നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് വേണം ഇത് മുറിക്കാൻ. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഞങ്ങളിവിടെ ഏകദേശം ഒരു 5-6 ദിവസമൊക്കെ വെച്ച് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മഫിൻസ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതും നട്ട്സ് ഇടാണ്ട് ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിള്ളേർക്ക് നട്ട്സ് ഇടുന്നത് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് പിള്ളേർക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, കാപ്പിയുടെ ഒപ്പം കഴിക്കാം, ചായയുടെ ഒപ്പം കഴിക്കാം, അങ്ങനെ പല രീതിയിലും കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ബൈ.